ഹായ്, ഞാൻ ഹൃദ്യ, അബ്സല്യൂട്ട് മൈൻഡ് കാലിക്കറ്റ് ക്ലിനിക്കിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ അഭിനന്ദ്, അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം OCD എന്ന ടോപ്പിക്കാണ്. OCD എന്ന് പറഞ്ഞാൽ അധികവും നാട്ടിൽ വസ്വാസ് എന്ന രീതിയിലാണ് അറിയപ്പെടാറ്. സാധാരണയായിട്ട് മിക്ക ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങളാണ് എവിടേക്കെങ്കിലും പോകാൻ നേരത്ത് വീട് പൂട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതുകൂടാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അത് വൃത്തിയായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതുകൂടാതെ എവിടേക്കെങ്കിലും ഇറങ്ങാൻ നേരത്തെ പേഴ്സൊക്കെ എടുത്തിട്ടുള്ളതെന്നൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനെ 1-2 പ്രാവശ്യം ചെക്ക് ചെയ്യുന്നതിനൊക്കെ OCD എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരെ നാട്ടിലൊക്കെ അവന് വസ്വാസാണ് ഇല്ലെങ്കിൽ അവൾക്ക് വസ്വാസാണെന്നൊക്കെ കളിയാക്കിയിട്ട് വിളിക്കാറുണ്ട്. പക്ഷെ ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. 1-2 തവണ ചെക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പ്ലേറ്റ് ക്ലീൻ ആയില്ല അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് വൃത്തിക്ക് കഴുകണം എന്ന് തോന്നുന്നതിനോ നമുക്ക് OCD എന്ന് വിളിക്കാൻ പറ്റില്ല. ഇത് OCD ആവണമെന്നുണ്ടെങ്കിൽ ഒരേ ചിന്ത വീണ്ടും വീണ്ടും നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കണം. അതൊരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കുള്ളൊരു ചിന്തയാവാം, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ളൊരു ചിന്തയാവാം, അതിനൊരു അർത്ഥമില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയുന്നുണ്ടാവാം. OCDയിലെ ഒബ്സഷൻസ് എന്ന് പറയുമ്പോൾ നിരന്തരമായി നമ്മൾക്ക് താല്പര്യമില്ലാത്ത, നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ചിന്തകൾ, ഒരേ ചിന്തകൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ ചിന്തകളെയാണ് നമ്മൾ ഒബ്സഷൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകൾ വീണ്ടും 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 ഇവർക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് കമ്പൽഷൻസ് എന്ന് പറയുന്നത്. ഈ പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ ഇവർക്ക് ഇവരുടെ ടെൻഷനും ബുദ്ധിമുട്ടും ഉത്കണ്ഠയൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴൊക്കെയാണോ ഈ ചിന്തകൾ വീണ്ടും വീണ്ടും വരുന്നത് അപ്പോഴൊക്കെ അവർ ഈ പ്രവൃത്തികളിൽ ഏർപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് അഴുക്കുള്ള സ്ഥലങ്ങളിൽ തൊട്ട് കഴിഞ്ഞാൽ സാധാരണയായിട്ട് എല്ലാവരും കൈ കഴുകാറുണ്ട്. പക്ഷേ OCD ഉള്ള ആൾക്കാരാണെങ്കിൽ എത്ര തവണ കൈ കഴുകിയാലും ശരിയായില്ല, വൃത്തിയായില്ല, അഴുക്ക് പോയില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരും. ഇത്തരത്തിലുള്ള ചിന്തകളെ ഒബ്സഷൻസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ ചിന്തകൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നത് കൊണ്ട് അവർ കൈ വീണ്ടും വീണ്ടും കഴുകുന്ന പ്രവൃത്തികളെ, അതായത് ആക്ഷനെയാണ് കമ്പൽഷൻസ് എന്ന് പറയുന്നത്. OCD പലതരത്തിലുണ്ട്. അതിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് OCD ആണ് ചെക്കിങ് OCD. അതിൽ വീണ്ടും 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 ഒരാൾക്ക് OCD ഉള്ള ആൾക്ക് സംശയം ഉണ്ടാവും. അതായത് ഞാൻ ഡോർ അടച്ചോ, അല്ലെങ്കിൽ ഞാൻ പൈപ്പ് അടച്ചിട്ടുണ്ടായിരുന്നോ, ഞാൻ ഗ്യാസിൻ്റെ സിലിണ്ടർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നോ, ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണോ തിരിച്ചു വന്നത്, ഞാനിപ്പോൾ പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈൽ എടുത്തിട്ടുണ്ടോ, ഞാൻ പേഴ്സ് എടുത്തിട്ടുണ്ടോ, ഈ പറഞ്ഞ രീതിയിലേക്കുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എല്ലാവരിലും ഉണ്ടാവുന്നതാണ്, നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ OCD ഉള്ള ഒരാൾക്ക് ഈ പറഞ്ഞ സംശയം കൂടുതലാവും. അതേപോലെ തന്നെ സാധാരണ ഒരാൾക്ക് ഇത് 1 പ്രാവശ്യം 2 പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംശയം മാറേണ്ടതാണ്. പക്ഷേ OCD ഉള്ള ഒരാൾക്ക് 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ചെക്ക് ചെയ്യുന്നതോടെ ഈ പറഞ്ഞ സംശയം മാറില്ല. അവർക്കത് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തേ പറ്റും. അവർക്ക് ആ ഒരു സംതൃപ്തി കിട്ടില്ല. പിന്നെയും പിന്നെയും സംശയം ഉള്ളിൽ ബാക്കി നിൽക്കും. എന്തിനാ ഞാനിങ്ങനെ ചെക്ക് ചെയ്യുന്നത്, ഞാൻ 1 പ്രാവശ്യം ചെക്ക് ചെയ്തതല്ലേ, ഞാൻ 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തതല്ലേ, എനിക്കറിയാം ഞാൻ ഡോർ അടച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നാലും അവർക്ക് ആ ഒരു സംശയം ഉള്ളിൽ എപ്പോഴും ബാക്കി നിൽക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ള പണികളിലൊന്നും അവർക്ക് ഏർപ്പെടാൻ സമയം കിട്ടാതെ വരും, സമയനഷ്ടം ഉണ്ടാവുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പം എങ്ങോട്ടെങ്കിലും ടൂറ് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി വീട്ടിലെ ഒരു ലൈറ്റോ ഫാനോ സ്വിച്ച് ഈ പറഞ്ഞതെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ചെക്ക് ചെയ്ത് 1-2-3 പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാവും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. എന്നാൽ പോലും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും സംശയമാവും, ഞാൻ അത് അടച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പൈപ്പ് അടച്ചിട്ടുണ്ടോ, ഞാൻ AC-യുടെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടോ, ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ടോ, ഈ പറഞ്ഞ സംശയങ്ങളൊക്കെ ഉള്ളത് കാരണം വീണ്ടും പോയി ചെക്ക് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുള്ളതാണ്. ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെല്ലാവരും ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ OCD ഉള്ള ഒരാൾക്ക് 1 പ്രാവശ്യം 2 പ്രാവശ്യം ചെക്ക് ചെയ്താൽ മതിയാവില്ല. ഇത് കാരണം മറ്റുള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കൂടെ ജീവിക്കുന്നവർക്ക് തന്നെയാവും, പങ്കാളികൾക്കാവും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ ഈ ടൂറിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 1 പ്രാവശ്യം എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ ഇറങ്ങിയിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് കാറിൽ കയറുന്നതിന് മുന്നേ പിന്നെ വീണ്ടും ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കാറിൽ കയറി കഴിഞ്ഞ് തിരിച്ച് പോണ സമയത്ത് തന്നെ അവർക്കിത് ടൂറ് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം വീണ്ടും മനസ്സിൽ ഈ ചിന്തയാണ്, ഞാൻ അത് അടച്ചിട്ടുണ്ടോ, ഞാൻ ഡോർ അടച്ചിട്ട് തന്നെയാണോ വന്നത്, അല്ലെങ്കിൽ ഞാൻ AC-യുടെ സ്വിച്ച് ഓഫ് ചെയ്തോ, ഈ പറഞ്ഞ ചിന്തകൾ അവർക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും.
സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു തരം OCD ആണ് ക്ലീനിങ് OCD അഥവാ അമിതമായിട്ടുള്ള വൃത്തി ഇല്ലെങ്കിൽ വൃത്തി കൂടുതൽ. വൃത്തിയായിട്ടില്ല എന്നുള്ള തോന്നൽ കാരണം വീണ്ടും വീണ്ടും വൃത്തിയാക്കുക. ഉദാഹരണത്തിന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പ്ലേറ്റ് കഴുകുമ്പോൾ അതിൽ അഴുക്ക് പോയിട്ടില്ല, വൃത്തിയായിട്ടില്ല എന്നുള്ള ചിന്ത കാരണം അത് വീണ്ടും വീണ്ടും കഴുകുക. അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി വന്നതിന് ശേഷം ഡ്രസ്സ് അലക്കുമ്പോൾ അത് വൃത്തിയായിട്ടില്ല, അതിൽ അഴുക്ക് പോയിട്ടില്ല എന്നുള്ള ഒരു ചിന്ത കാരണം അവർ വീണ്ടും 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 അത് അലക്കാറുണ്ട്. അത് കൂടാതെ ഇവരെ കുളിക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കാറുണ്ട്. വൃത്തിയായിട്ടില്ല എന്നുള്ള ചിന്ത കാരണം, ആ ഒരു ചിന്ത കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് കാരണം 1-2 ടാങ്ക് വെള്ളത്തിലൊക്കെ ഇവർ കുളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് സമയം കുളിക്കുന്നതിനും അലക്കുന്നതിനും അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകുന്നതിനൊക്കെ ചെലവാവാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇവർക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാവുന്നത്, മറ്റുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് ഒരു ബാത്റൂം മാത്രമുള്ള വീട്ടിലാണ് OCD ഉള്ള വ്യക്തി ഉള്ളതെങ്കിൽ ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ഒരുപാട് സമയം ബാത്റൂമിൽ ചെലവഴിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ബാത്റൂം ഉപയോഗിക്കാൻ പറ്റാതെ വരും. ഇതുകൊണ്ട് തന്നെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. മറ്റൊരു ടൈപ്പ് ഓഫ് OCD ആണ് അടുക്കും ചിട്ടയും. അതിൽ ഇപ്പം എന്ത് സാധനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്കത് എടുത്തവർ തന്നെ തിരിച്ചു വെക്കണം. അതിലൊരു ചെറിയ മാറ്റം പോലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും അവർക്ക് ഭയങ്കരമായിട്ട് ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടമ്മമാർക്കൊക്കെ ഇപ്പം അടുക്കളയിൽ എന്തെങ്കിലും സാധനങ്ങൾ അത് എടുത്തവർ തന്നെ തിരിച്ചു വെക്കണം. അവരെല്ലാ സാധനങ്ങളും എവിടേക്കാണോ അത് കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരിക്കണം എന്നുള്ളത് ഒരു നിർബന്ധം പോലെയാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ അവരുടെ അടുക്കളയിൽ വേറെ ആരെങ്കിലും കയറുമ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു സ്പൂണിൻ്റെ നമ്പർ ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചവർ തന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അത്ര അധികം ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷേ ഈ OCD ഉള്ളവർക്ക് പാത്രങ്ങൾ കറക്റ്റായിട്ട് അവിടെ തന്നെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മാറിയാൽ പോലും ഈ ചെറിയ മാറ്റങ്ങൾ പോലും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാറില്ല. ഒരു സാധനം അവർക്ക് വെച്ചവർ തന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ അത് അവർക്ക് കിട്ടുന്നവരെ മനസ്സമാധാനം ഉണ്ടാവില്ല. ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ചിന്ത അവരെ അലട്ടിക്കൊണ്ടിരിക്കും. അതായത് ഈ സാധനം കാണാണ്ടായ സാധനം എവിടെ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക അവർ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ജോലികളിൽ അവർക്ക് ഏർപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിലേക്ക് മുഴുവനായിട്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റാറില്ല. പിന്നെ ആ സാധനം തിരിച്ചു കിട്ടിയത് അവിടെ തന്നെ വെക്കുന്നവരെ അവർക്കൊരു മനസ്സമാധാനം ഉണ്ടാവാറില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അധികം അടുക്കളയിൽ വീട്ടമ്മമാരുടെ ഇടയിലൊക്കെ കണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ വന്നിരുന്ന ഒരു ക്ലയൻറ്റിൻ്റെ മകളുടെ ഒരു കംപ്ലൈൻ്റ് ആണ്. അവളുടെ ഉമ്മ അടുക്കളയിൽ കയറാൻ സമ്മതിക്കില്ല എന്ന്. ഉമ്മ എപ്പോഴും പരാതി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇരട്ടിപ്പണിയാക്കും, അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവില്ല, നീ വെക്കുന്ന സാധനങ്ങൾ നീ എൻ്റെ സാധനങ്ങളൊന്നും കറക്റ്റായിട്ട് സ്ഥലത്ത് വെക്കില്ല. ഉമ്മയുടെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയുടെ മുളക് പൊടി ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം കറക്റ്റായിട്ട് വെച്ചോർ തന്നെ എടുത്തോർ തന്നെ തിരിച്ചു വെക്കുമോ എന്നുള്ളൊരു പേടി. അതേപോലെ തന്നെ ഉപ്പിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിൽ അത് ഉമ്മ അടച്ചു വെക്കുന്ന അതേപോലെ തന്നെ മകൾ അടച്ചു വെക്കുമോ എന്നൊക്കെയുള്ള പേടി കാരണം. അപ്പം അതുകൊണ്ട് ഇവർക്ക് എത്ര വയ്യാന്നുണ്ടെങ്കിൽ പോലും അവർ പണികളൊക്കെ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെ എടുക്കാൻ ശ്രമിക്കും. മറ്റൊരാളെ എപ്പോഴും അവരുടെ അടുക്കളയിൽ കൂട്ടാൻ നോക്കാറില്ല. കാരണം അവർ ചെയ്യുന്നത് ഇവർക്ക് തൃപ്തിയാവില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ മറ്റുള്ളവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. മറ്റൊരു തരത്തിലുള്ള OCD ആണ് കൗണ്ടിങ് OCD. എണ്ണിയത് ശരിയാണോ എന്നുള്ള ചിന്ത വീണ്ടും വീണ്ടും വരുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും എണ്ണി നോക്കുക. ഉദാഹരണത്തിന് പടികളുടെ എണ്ണം. ആർക്കെങ്കിലും പൈസ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തവണ എണ്ണിയിട്ട് അത് കൃത്യമാണെന്നുള്ള ഒരു ബോധ്യം വന്നാൽ മാത്രമാണ് അവർക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ. ഇതുകൂടാതെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരുപാട് തവണ എണ്ണും, എന്നാൽ മാത്രമേ അവർക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ. എന്നാലും ഒരു സംശയം ഉണ്ടാവും, ഒരു 500 രൂപ കുറഞ്ഞു പോയോ എന്നൊക്കെ. ചിലർ മനസ്സിലെണ്ണും, അല്ലാതെയും എണ്ണുന്നവരുണ്ട്. ഈ എണ്ണുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം തൊട്ട് എണ്ണി തുടങ്ങേണ്ടി വരാറുണ്ട്. ഇല്ലെങ്കിൽ അവർക്കൊരു മനസ്സമാധാനം കിട്ടൂല. മറ്റൊരു തരത്തിലുള്ള OCD ആണ് ഹോർഡിങ് OCD. ഇതിൽ പഴയ സാധനങ്ങൾ കളയാനുള്ള ബുദ്ധിമുട്ടാണ് കണ്ടുവരാറ്. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ, അതായത് ഇപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ എന്തെങ്കിലും ഗിഫ്റ്റ്, അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ എടുത്തു വയ്ക്കാറുണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് ഒരു ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ആൾക്കാർ തന്ന സാധനങ്ങളായതുകൊണ്ടാണ് നമ്മൾ എടുത്തു വയ്ക്കുന്നത്. പക്ഷേ ഹോർഡിങ് OCD ഉള്ള ആൾക്കാർ
ഭാവിയിലേക്ക് എന്തെങ്കിലും ആവശ്യം വരുമോ എന്ന് പേടിച്ചിട്ടാണ് ഈ പഴയ സാധനങ്ങൾ എടുത്തു വെക്കുന്നത്. അത് ആവശ്യമില്ലാത്ത സാധനമാണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവും, പക്ഷെ ഇവർക്കത് എന്തെങ്കിലും ആവശ്യം ഭാവിയിൽ വരുമോ എന്നുള്ള ഒരു ടെൻഷൻ കാരണം എടുത്തു വെക്കുന്നതാവാം. അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിൽ പഴയ സാധനങ്ങൾ കാരണം കുമിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ കൂടെ താമസിക്കുന്നവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പഴയ സാധനങ്ങൾ കൂടുതൽ ഇങ്ങനെ അടുക്കി വെക്കുന്നത് കാരണം സ്ഥലം ഉണ്ടാവില്ല. പുറത്തുനിന്ന് ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരൊക്കെ നോക്കും, അവരൊക്കെ ചോദിക്കും ഇതെന്താ ഇങ്ങനെ വീട്ടിൽ പഴയ സാധനങ്ങളാണല്ലോ കൂടുതൽ എന്നുള്ള രീതിയിലേക്കൊക്കെ ചോദിക്കും. സാധാരണയായിട്ട് ഹോർഡിങ് OCD ഉള്ള ആൾക്കാർ എടുത്തു വെക്കുന്ന സാധനങ്ങൾ പഴയ ന്യൂസ് പേപ്പേഴ്സ്, പഴയ ബുക്സ്, അതേപോലെ തന്നെ വർക്ക് ചെയ്യാത്ത ഇലക്ട്രിക്കലായിട്ടുള്ള വീട്ടുപയോഗ സാധനങ്ങൾ, കേടുവന്ന മിക്സി, കേടുവന്ന ഫ്രിഡ്ജ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലേക്ക് ബൾബ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ വരെ ഇതൊക്കെ എടുത്തു വയ്ക്കും. ഇതൊന്നും ആവശ്യമില്ലാത്തതാണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ ഹോർഡിങ് OCD ഉള്ള ആൾക്കാർക്ക് എങ്ങാനും ഇത് ഭാവിയിൽ ആവശ്യം വരുമോ എന്ന ചിന്തയിലാണ് ഇതൊക്കെ അവരെടുത്തു വെക്കുന്നത്. മൂർച്ചയുള്ള സാധനങ്ങൾ കാണുമ്പോൾ അതെടുത്തിട്ട് സ്വയം ഇല്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിച്ചു പോകുമെന്നുള്ള പേടി ഇല്ലെങ്കിൽ ചിന്ത വീണ്ടും വീണ്ടും വരുന്നതും ഒരു തരത്തിലുള്ള OCD ആണ്. ഉദാഹരണത്തിന് കത്തി എടുത്തിട്ട് വീട്ടിലുള്ള കുട്ടികളെ കുത്തിപ്പോവോ ഇല്ലെങ്കിൽ ഫ്രണ്ടിനെ കുത്തുമോ എന്നുള്ള പേടിയൊക്കെ ഇവർക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ മൂർച്ചയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പണികളിൽ നിന്നൊക്കെ ഇവർ ഒഴിഞ്ഞു നിൽക്കാറുണ്ട്. മൂർച്ചയുള്ള സാധനങ്ങൾ കാണുമ്പോൾ അത് കാണാത്ത സ്ഥലത്തേക്ക് ഇവർ മാറ്റി വെക്കാറുമുണ്ട്. ഇത്തരത്തിലുള്ള OCD ഉള്ള ആൾക്കാർ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ആ വണ്ടി കൊണ്ടുപോയി ആരെങ്കിലും ഇടിക്കുകയോ ഇല്ലെങ്കിൽ കാറാണ് ഓടിക്കുന്നതെങ്കിൽ കാറ് കൊണ്ടുപോയിട്ട് പാലത്തിൽ നിന്ന് ഇടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറക്കുമോ എന്നുള്ള ചിന്തകളൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ചില ആൾക്കാരിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരാറുണ്ട്. ഉൾക്കൊള്ളാൻ കഴിയാത്തതിനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിന്തകൾ, ലൈംഗികമായിട്ടുള്ള ചിന്തകൾ അവർക്ക് വളരെയേറെ പ്രിയപ്പെട്ടവരെ കുറിച്ചിട്ടുള്ളതായിരിക്കും. ഇതവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഉദാഹരണത്തിന് അച്ഛനായിട്ട് സെക്സ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പെങ്ങളായിട്ട് സെക്സ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ചിന്തകൾ അവർക്ക് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കടന്നു വരാം. പ്രാർത്ഥിക്കുന്ന സമയത്ത്, അമ്പലത്തിൽ പോകുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് ഇവർക്ക് തെറ്റ് ചെയ്തു എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവാറുണ്ട്. ഈ കുറ്റബോധം കാരണം അവർക്ക് നന്നായിട്ട് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെ കണ്ടുവരുന്ന ഒരു OCD ടൈപ്പാണ് ബ്ലാസ്ഫേമിയസ് തോട്ട്സ് എന്ന് പറയുന്നത്. അതിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള ചിന്തകൾ, അതായത് പടച്ചോനില്ല, മതമില്ല, പ്രാർത്ഥിക്കുന്നതൊക്കെ വെറുതെയാണ്, ഇതിലൊന്നും ഒരു കാര്യമില്ല, ഇതിലൊന്നും ഒരു അർത്ഥമില്ല, ഈ പറഞ്ഞ രീതിയിലേക്കൊക്കെയുള്ള ചിന്തകൾ. ഇതൊന്നും അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ അത് അവർക്ക് അറിയാണ്ട് മനസ്സിൽ വന്നു പോകുന്നതാണ്. ഇതുകൊണ്ട് തന്നെ അവർക്ക് നല്ല കുറ്റബോധം ഉണ്ടാവും. ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ഒരു കുറ്റബോധം അവർക്ക് എന്തായാലും മനസ്സിലുണ്ടാവും. വേറൊരു തരം OCD ആണ് പ്രിയപ്പെട്ടവർക്ക് ഇല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ മനസ്സിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വീണ്ടും വീണ്ടും വിളിച്ചിട്ട് ഇവർ ഉറപ്പ് വരുത്താറുണ്ട്. ഇങ്ങനെ ഉറപ്പ് വരുത്തുന്നത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് ഹസ്ബൻഡ് പുറത്തേക്ക് പോകുന്ന സമയത്ത് OCD ഉള്ള വൈഫാണെങ്കിൽ അദ്ദേഹത്തിന് അപകടം എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ചിന്ത വീണ്ടും വീണ്ടും വരുന്നത് കൊണ്ട് അപകടമൊന്നും ഇല്ലല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം വിളിക്കും. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അത് അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുമെങ്കിലും പിന്നീട് ഈ പ്രശ്നം കാരണം വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. OCD പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. അതിലൊന്നാണ് പാരമ്പര്യ ഘടകങ്ങളുടെ സ്വാധീനം. അച്ഛനോ അമ്മയ്ക്കോ ഇല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും OCD ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികളിലോ ഇല്ലെങ്കിൽ അതിനടുത്ത തലമുറയിലോ OCD ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിനർത്ഥം ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും OCD ഉണ്ടാവണം എന്നല്ല. OCD ഉണ്ടാവാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ചാൽ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും OCD ഉണ്ടെങ്കിൽ അത് കണ്ടുപഠിക്കുന്നത് OCDക്ക് കാരണമാവാറുണ്ട്. ഇത് കൂടാതെ ചിന്തകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, തലച്ചോറിലുണ്ടാവുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ OCDക്ക് കാരണമാവാറുണ്ട്. 100-ൽ 3 പേർക്കെങ്കിലും OCD കണ്ടുവരുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. OCD ഉള്ള ആൾക്കാരിൽ ഉത്കണ്ഠ, വിഷാദം എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ കൂടെ കണ്ടുവരാറുണ്ട്.
വീര്യം കൂടുന്നതിനനുസരിച്ച് ലക്ഷണങ്ങൾ മനസ്സിലാക്കി അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമുക്കത് പൂർണ്ണമായിട്ട് തന്നെ ഭേദമാക്കാവുന്നതാണ്. OCD ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിന്തകൾ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ വ്യക്തികൾ സ്വയം ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വരാറുണ്ട്. ചിലർക്കൊരു മടി ഉണ്ടാവും, ഇത് മറ്റുള്ളവർ അറിയോ എന്നൊക്കെ ഉള്ളത്. ചിലർക്ക് ഇത് അസുഖമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവർ വരെ ഉണ്ടാവും. ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരുടെങ്കിലുമൊക്കെ ഒരാളുടെ മുഖം മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും. എൻ്റെ കുടുംബത്തിൽ അവർക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ അവൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടല്ലോ. അവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞത് അസുഖമാണെന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, ഇത് ഇന്നിങ്ങനെ ഒരു അസുഖമാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു അസുഖമാണ്, ഈ പറഞ്ഞ രീതിയിലേക്കൊക്കെയാണ് ഇതിൻ്റെ ചികിത്സ ഉണ്ടാവുക, ഇതിന് ചികിത്സ ഉണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക.